ഹായ് കൂട്ടുകാരെ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നടന്ന കേരള പാഠാവലിയുടെ 5ാം ക്ലാസ്സിന്റെ ആനുവൽ എക്സാമിന്റെ ചോദ്യപേപ്പർ നോക്കിയാലോ. പ്രവർത്തനം 1. വായിക്കാം, എഴുതാം. വിശപ്പ്. സൂര്യൻ തലയ്ക്ക് മുകളിൽ നിന്ന് പല്ലിളിച്ചു. വിദ്യാലയത്തിന്റെ വിശപ്പ് നിം 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 എന്ന ഒച്ചയോടെ പുറത്തു വന്നു. വിശപ്പിനെ വിഴുങ്ങാനാവാതെ അവൾ പാത്രം തുറന്നു. ശൂന്യത മാത്രം നിറച്ച പാത്രം. അവളുടെ കണ്ണു നിറഞ്ഞു. പെട്ടെന്നാണ് അവൾ അത് കണ്ടത്. 2 തുള്ളികൾ ആ പാത്രത്തിൽ കിടന്നു തിളങ്ങുന്നു. ഒരു പക്ഷേ അമ്മയുടെ കണ്ണീർ കണം. അവൾ ആ തുള്ളികൾ ചുണ്ടോട് ചേർത്തു. സ്നേഹത്തിന്റെ ഉപ്പുരസം അവളുടെ ചുണ്ടിൽ ഒരു മുത്തം നൽകിയതായി അവൾക്ക് തോന്നി. വിദ്യ സി. ഇനി നമുക്ക് ചോദ്യം നോക്കാം. നിം 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 എന്ന ഒച്ചയോടെ പുറത്തു വന്നത് എന്താണ്? സൂര്യന്റെ പ്രകാശം, വിദ്യാലയത്തിന്റെ വിശപ്പ്, കണ്ണുനീർ തുള്ളി, സ്നേഹം. ഇതിലേതായിരിക്കും മക്കളെ? വിദ്യാലയത്തിന്റെ വിശപ്പ്. അടുത്ത ചോദ്യം. ശൂന്യത നിറച്ച പാത്രം എന്തിന്റെ സൂചകമാണ്? ദാരിദ്ര്യം, സങ്കടം, അലസത, നിസ്സംഗത. എന്തായിരിക്കും മക്കളെ? ദാരിദ്ര്യം അല്ലേ? അടുത്ത ചോദ്യം. സൂര്യൻ തലയ്ക്ക് മുകളിൽ പല്ലിളച്ചു. ഇത് ഏതു സമയത്തെയാണ് സൂചിപ്പിക്കുന്നത്? പ്രഭാതം, നട്ടുച്ച, സായാഹ്നം, രാത്രി. ഏതായിരിക്കും മക്കളെ? നട്ടുച്ച. അടുത്തത്. പാത്രത്തിൽ കിടന്നു തിളങ്ങിയത് എന്താണ്? ശൂന്യത, സൂര്യൻ, വിശപ്പ്, കണ്ണീർ കണം. ഏതാണ് മക്കളെ? അമ്മയുടെ കണ്ണീർ കണം അല്ലേ? അടുത്തത്. അമ്മയുടെ കണ്ണീർ കണത്തിന് എന്ത് രുചിയായിരുന്നു? മധുരം, ചവർപ്പ്, ഉപ്പുരസം, കയ്പ്. എന്ത് രസമായിരുന്നു മക്കളെ? ഉപ്പുരസം അല്ലേ? അടുത്ത പ്രവർത്തനം 2. സന്ദേശവാക്യം. പരിസ്ഥിതി സംരക്ഷണം മനുഷ്യ നിലനിൽപ്പിന് അത്യാവശ്യമാണ്. പരിസ്ഥിതി സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത ബോധ്യപ്പെടുത്തുന്ന 2 സന്ദേശവാക്യങ്ങൾ എഴുതുക. അപ്പൊ എന്തായിരിക്കും മക്കളെ? പ്രകൃതിയെ സംരക്ഷിക്കൂ, നല്ല നാളേക്ക്. മരത്തെ സംരക്ഷിക്കൂ, ഭൂമിയെ സംരക്ഷിക്കൂ. ഒരു തൈ നടാം, നല്ല നാളേക്കു വേണ്ടി. അടുത്തത് പ്രവർത്തനം 3. അനുഭവക്കുറിപ്പ്. എൻ്റെ അമ്മ എന്ന പാഠഭാഗത്തിലൂടെ പൊൻകുന്നം വർഗി തൻ്റെ കുട്ടിക്കാലത്തെ അനുഭവങ്ങൾ ഓർക്കുകയാണ്. നിങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഏതെങ്കിലും കുട്ടിക്കാല അനുഭവത്തെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. അടുത്തത് ബി ക്വസ്റ്റ്യൻ. എൻ്റെ അമ്മ എന്ന പാഠഭാഗം ഏത് കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്? 2 ചിത്രം. ഞാൻ കഥാകാരനായ കഥ, വിത്തുകാള, പൊട്ടിയ ഇഴകൾ. ഏതായിരിക്കും മക്കളെ? ഞാൻ കഥാകാരനായ കഥ. ഇനി നമുക്ക് അനുഭവക്കുറിപ്പ് നോക്കാം. കോവിഡിനിടയിലൊരു ഓണക്കാലം. കോവിഡിനിടയിലൊരു ഓണക്കാലമായിരുന്നു എൻ്റെ വ്യത്യസ്തമായ അനുഭവം. ഓണത്തിന് 2 ദിവസം മുൻപാണ് എൻ്റെ അച്ഛൻ വന്നത്. അതോടുകൂടി അച്ഛൻ്റെ മുറിയിലേക്ക് ഞങ്ങൾക്കാർക്കും പ്രവേശനം ഇല്ലാതായി. അമ്മ ആഹാരവും മറ്റും എത്തിച്ചു കൊടുക്കും. എല്ലാ തവണയും അച്ഛനായിരുന്നു ഊഞ്ഞാൽ കെട്ടി തന്നിരുന്നത്. പക്ഷേ ഇത്തവണ ഊഞ്ഞാൽ കെട്ടാൻ കഴിഞ്ഞില്ല. എല്ലാ വർഷത്തെയും പോലെ പൂക്കളൊക്കെ വാങ്ങി വലിയ പൂക്കളം ഇടാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഞങ്ങൾ പറമ്പിൽ നിന്ന് കിട്ടിയ പൂക്കളൊക്കെ കൊണ്ട് പൂക്കളം ഇട്ടു. തിരുവോണ ദിവസവും അച്ഛൻ നമ്മുടെ കൂടെ ഉണ്ടായില്ല. ഞാനും അമ്മയും അനിയനും മാത്രമാണ് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചത്. അച്ഛൻ ഒറ്റയ്ക്കും. അടുത്ത പ്രവർത്തനം 4. വർണ്ണന. പാൽ നിലാവ്. പാരിനടുത്ത് പാതിരാവത്ത് പാലമ്പിളി കിണ്ണം മേലെ മാനത്ത് പൈക്കുട്ടി തട്ടി പാൽക്കിണ്ണം പൊട്ടി പാലാകെ വാർന്നതു ഭൂമിക്ക് കിട്ടി. കാടും കുളിച്ചു കടലും കുളിച്ചു കാണുന്നിടത്തെല്ലാം പയ്യാമ്പലൊലിച്ചു. വയലും ചിരിച്ചു പുഴയും ചിരിച്ചു വയനാടൻ കുന്നും മലയും ധരിച്ചു. പിടി അബ്ദുറഹിമാൻ. ഈ കവിതയിൽ നിലാവിൻ്റെ വർണ്ണനയാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന പ്രകൃതിയിലെ ഏതെങ്കിലും ഒരു കാഴ്ചയെ വർണ്ണിച്ചെഴുതുക. മഴവില്ല്. മാനത്തുള്ളൊരു മഴവില്ല്, അഴകേറുന്നൊരു മഴവില്ല്. മഴവില്ലിനും 7 നിറം, കാണാൻ അഴകിന് 7 നിറം. മഴ കഴിയുമ്പോൾ വരികില്ലേ, മനം കവരാൻ നീ മഴവില്ലേ.
മാനത്തുള്ള മഴവിനെ കുറിച്ചാണ് പറയുന്നത്. അഴകുള്ള മഴവില്ല്, 7 നിറമുള്ള മഴവില്ല്, കാണാൻ തന്നെ എന്ത് ഭംഗിയാണ്. മഴ കഴിഞ്ഞാൽ ആകാശത്ത് തെളിയുന്ന ഒരു പ്രതിഭാസമാണ് മഴവില്ല്. അങ്ങ് മാമലകൾക്കും വനത്തിനുമിടയിൽ ഒരു പോലെ മിന്നിത്തെളിയുന്ന മഴവില്ല് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അടുത്ത ചോദ്യം, ഏത് പുഴയുടെ തീരത്താണ് വെള്ളത്തൂവൽ ഗ്രാമം? അതിരമ്പുഴ, മുതിരപ്പുഴ, പെരുമ്പുഴ, കരിമ്പുഴ. ഏതായിരിക്കും മക്കളെ? മുതിരപ്പുഴ അല്ലേ. അടുത്തത് പ്രവർത്തനം 5, അഭിപ്രായക്കുറിപ്പ്. പ്രകൃതി സൗന്ദര്യത്തിന്റെ വിവിധ ഭാഗങ്ങൾ ഇത്തിരി പൂവേ കുരുന്നു പൂവേ എന്ന യൂണിറ്റിൽ നമ്മൾ പരിചയപ്പെട്ടു. നിറയെ മാമ്പഴങ്ങളുള്ള, മാവും കിളികളും കുട്ടികളും ഒക്കെയുള്ള ഒരു മാമ്പഴക്കാലം. പഴയ ഒരു ഓർമ്മയാണിത്. ഇന്നത്തെ കുട്ടികൾ പ്രകൃതിയിൽ നിന്ന് അകലുകയാണോ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഒരു കുറിപ്പ് തയ്യാറാക്കുക. അടുത്ത ചോദ്യം, പൊൻവയിൽ കുരുത്തതാരാണ്? പൂത്തുമ്പ, മുക്കുറ്റികൾ, കുരുക്കുത്തിമുല്ല, കോളാമ്പി. അപ്പൊ ഏതായിരിക്കും മക്കളെ? മുക്കുറ്റികൾ അല്ലേ. ഇനി നമുക്ക് കുറിപ്പ് നോക്കാം. നിറയെ മാമ്പഴങ്ങളുള്ള, മാവും കിളികളും കുട്ടികളൊക്കെയുമുള്ള ഒരു മാമ്പഴക്കാലം. പഴയ സുന്ദരമായ ഓർമ്മകളാണിത്. ഇന്നത്തെ കുട്ടികൾ പ്രകൃതിയിൽ നിന്ന് അകലുകയാണ്. അവർക്ക് കൃഷി എന്താണെന്ന് പോലും അറിയില്ല. മൊബൈൽ ഫോൺ, TV, കമ്പ്യൂട്ടർ, അതുമാത്രമാണ് അവരുടെ ലോകം. ഇന്റർനെറ്റ് ഉപയോഗിച്ചു തുടങ്ങിയതോടെ കുട്ടികൾ അതിനും അടിമകളായി. നമ്മുടെ പ്രകൃതി എത്ര സുന്ദരിയാണെന്ന് എത്ര കുട്ടികൾക്കറിയാം? വയലും മലകളും മഴവില്ലും കൃഷിയും എല്ലാം നിറഞ്ഞ സുന്ദരിയാണ് പ്രകൃതി. കുട്ടികൾ പ്രകൃതിയിലേക്ക് ഇറങ്ങുക. മണ്ണിനെ ഫലസമൃദ്ധമാക്കുന്ന കൃഷി എന്ന മഹത്തായ കലയെക്കുറിച്ച് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുക. മാവും പ്ലാവും തെങ്ങും കിളികളും അണ്ണാരക്കണ്ണന്മാരും എന്നിവയെക്കുറിച്ചും മനസ്സിലാക്കി കൊടുക്കുക. അടുത്ത പ്രവർത്തനം 6, സംഭാഷണം. പ്രകൃതിക്ക് ഒരു ഭാഷയുണ്ട്. പ്രകൃതിയോട് ഇണങ്ങിച്ചേരുന്നവർക്കേ ആ ഭാഷ മനസ്സിലാക്കാൻ സാധിക്കൂ. മരങ്ങളുടെ ഭാഷ എന്ന പാഠഭാഗത്തിലെ കുട്ടി അച്ഛനിൽ നിന്നും ഇത് മനസ്സിലാക്കി. പപ്പായുടെയും തെങ്ങിന്റെയും ഭാഷ മനസ്സിലായ കുട്ടി മുറ്റത്തെ മാവിനോട് സംസാരിക്കാൻ ആരംഭിച്ചു. അവർ തമ്മിലുള്ള സംഭാഷണം തയ്യാറാക്കൂ. മകൾ, നിന്റെ ശിഖരങ്ങളിലൊക്കെ നിറയെ കായ്കളുണ്ടല്ലോ. മാവ്, ആവശ്യത്തിന് മഴയും വെയിലുമൊക്കെ കിട്ടിയത് കൊണ്ട് ഇത്തവണ നന്നായി കായ്ച്ചു. മകൾ, അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടം പോലെ കഴിക്കാം. മാമ്പഴം ആരോഗ്യത്തിന് ഏറെ നല്ലതാ. അണ്ണാനും കിളികൾക്കും ഞങ്ങൾക്കുമെല്ലാം വേണ്ടുവോളം കഴിക്കാനുള്ളതുണ്ട്. മാവ്, എല്ലാവർക്കും ആഹാരം കൊടുക്കുന്നതാ എനിക്കിഷ്ടം. അണ്ണാൻ ചില്ലകളിൽ കൂടി ഓടിച്ചാടി നടക്കുകയും കിളികൾ മാമ്പഴം കൊത്തി തിന്ന് സന്തോഷം കൊണ്ട് ചിലക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ എനിക്കും സന്തോഷമാകും. അപ്പം നമ്മൾ ഈ ചോദ്യപേപ്പറിലെ 6 പ്രവർത്തനങ്ങളും ചെയ്തു നോക്കി. അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോക്ക് ലൈക്ക് തരാനും മറക്കല്ലേ കൂട്ടുകാരെ.